NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ വിമത വിഭാഗത്തിന്റെ നീക്കം. താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ സുകുമാരൻ നായർ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിക്കുന്നതായും വിമത വിഭാഗത്തിന്റെ ആരോപണം. നിയമപോരാട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബോധ്യപ്പെട്ടു. അഴിമതി ആരോപണങ്ങൾക്ക് സുകുമാരൻ നായർ മറുപടി പറയുന്നില്ല. വളർന്നുവരുന്നവരെ ഇല്ലാതാക്കി അധികാര കസേര ഉറപ്പിക്കുകയാണ്. സുകുമാരൻ നായരെ കൊണ്ട് സംഘടനയിൽ മാറ്റം അസാധ്യമെന്നും ഇടുക്കി ഹൈറേഞ്ച് യൂണിയൻ വിമത വിഭാഗം പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ പറഞ്ഞു. സുകുമാരൻ നായരുമായി ഭിന്നിച്ചു നിൽക്കുന്ന ഇടുക്കി ഹൈറേഞ്ചിലെ വിമത വിഭാഗമാണ് നിയമപോരാട്ടവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രൂക്ഷമായ വിമർശനവും അഴിമതി ആരോപണവുമാണ് ഇവർ ഉന്നയിക്കുന്നത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ സുകുമാരൻ നായർ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്നു. താൻ രാജിവെക്കുവാൻ തയ്യാറായില്ല. ഇതേ തുടർന്നുണ്ടായ നിയമപോരാട്ടത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബോധ്യപ്പെട്ടുവെന്നും വിമത വിഭാഗം പറയുന്നു. ദുഃഖകരമായ ഒരു അവസ്ഥ. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയുന്നില്ല. കന്യാകുമാരിയിൽ മന്നത്താചാര്യൻ ലഭിച്ചിരുന്ന 40 സെന്റ് ഭൂമി തുച്ഛമായ വിലയ്ക്ക് വിറ്റു. ഒരു വലിയ ആരോപണമാണ്. കഴിഞ്ഞ നിരവധി മാസങ്ങളായി പറയുന്നു, മറുപടി പറയുന്നില്ല. പ്രഗത്ഭരും പ്രശസ്തരും പ്രവർത്തിക്കുന്നവരുമായ ആളുകളെ വെട്ടിനിരത്തുന്ന ഒത്തിരി സംഭവങ്ങൾ, ഇതൊന്നും മറുപടി പറയുന്നില്ല. ഇപ്പോൾ സംഘടനയിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കുന്നതിൻ്റെ ഒരു രീതി. നമ്മൾ ഈ അടുത്ത സമയത്ത് ശാസ്താംകോട്ട ഭാഗത്തുള്ള ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, അദ്ദേഹം പുറത്താക്കിയത് അദ്ദേഹം UDF യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടയ്ക്ക് മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനോട് രാജി എഴുതി വാങ്ങിച്ചതിന്റെ കാരണം അദ്ദേഹം LDF സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പോയതുകൊണ്ട്. പക്ഷേ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഒരു ഘടകകക്ഷിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം കേരളത്തിലുടനീളം ഈ ഇലക്ഷനിൽ പ്രസംഗിച്ച് നടന്നു. പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആകാം, മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പാടില്ല, അല്ലെങ്കിൽ വേറൊരു പ്രസിഡന്റ് പാടില്ല എന്ന് പറയുമ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇരട്ടത്താപ്പ്. അപ്പൊ അങ്ങനെ വ്യക്തിപരമായി ഈ സംഘടനയിൽ വളർന്നു വരുന്ന ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട് അധികാര കസേര ഉറപ്പിക്കുക. കഴിഞ്ഞ 50 വർഷക്കാലമായി ഈ സംഘടനയ്ക്ക് വന്നിട്ടുള്ള വലിയ അപജയം, സംഘടനയ്ക്കുണ്ടായ വലിയ നഷ്ടങ്ങൾ, ഈ സംഘടനയുടെ അടച്ചുപൂട്ടപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ, നിലവിലുള്ള സ്ഥാപനങ്ങളുടെ പരമദയനീയമായ ശോചനീയാവസ്ഥ, അതുപോലെയാണ് മാറി മാറി വരുന്ന സർക്കാരുകളുമായി അനാവശ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ട് നമുക്ക് കിട്ടേണ്ട എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുകയാണ്. ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ മുഴുവൻ ഒരു സമുദായത്തിന്റെ താല്പര്യമാണ് എന്ന രീതിയിൽ പുറത്തേക്ക് പറയുകയും ഈ സമുദായത്തിന് മുഴുവൻ ബാധിക്കുന്ന രീതിയിലേക്കും പോവുകയാണ്. അതുകൊണ്ട് നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ വിഷയത്തോടുകൂടി തുടങ്ങി വെച്ച പ്രക്ഷോഭം ഒരു നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വലിയ തലത്തിലേക്ക് പോവുകയാണ്. ഹൈക്കോടതിയിൽ നല്ല അനുകൂലമായ ഉത്തരവുണ്ടായിട്ടുണ്ട്. ജനാധിപത്യ രീതിയിൽ ഈ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടക്കണം. നായർ സർവീസ് സൊസൈറ്റി ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിനും അതിൽ ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള അധികാരം വേണം. ആ കമ്പനിയുടെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിനും അതിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിക്കുവാനുള്ള അവകാശം വേണം. ആ കമ്പനിയുടെ മുഴുവൻ ഓഹരി ഉടമകൾക്കും ഇതിന്റെ എല്ലാ വർഷവും അതിന്റെ ആസ്തി ബാധ്യത കണക്ക് കിട്ടണം. വസ്തു വിറ്റിട്ടുണ്ടെങ്കിൽ അത് അറിയണം. മുഴുവൻ കാര്യങ്ങളും അറിയണം. അഴിമതി ആരോപണങ്ങൾക്ക് സുകുമാരൻ നായർ മറുപടി പറയുന്നില്ല. പലരെയും വെട്ടിനിരത്തി വളർന്നു വരുന്നവരെ ഇല്ലാതാക്കി അധികാര കസേര ഉറപ്പിക്കുകയാണെന്നും ആർ മണിക്കുട്ടൻ ആരോപിച്ചു. സംഘടന നന്നായി പോകണമെങ്കിൽ തലപ്പത്ത് നല്ല ആളുകൾ വരണം. സ്കൂളുകൾ, ആശുപത്രി അടക്കമുള്ള NSSന് കീഴിലെ സ്ഥാപനങ്ങളിൽ ജോലി നൽകിയിരിക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളാണ് സുകുമാരൻ നായരുടെ ആകെയുള്ള പിൻബലമെന്നും നിയമവ്യവഹാരങ്ങളിലൂടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും വിമത വിഭാഗം പറയുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്താകെ NSSനുള്ളിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഇവരുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.